സിഗരറ്റിനും മദ്യത്തിനും അപ്പുറം മറ്റൊരു മാരക ലഹരി ഇന്ന് നമ്മുടെ വീടുകളിൽ നിശബ്ദമായി പടരുകയാണ്. മയക്കുമരുന്നിന് അടിമയാകുന്ന അതേ വേഗതയിൽ നമ്മുടെ മക്കൾ ഡിജിറ്റൽ ലഹരിക്ക് ഇരയാവുന്നുണ്ട്. അടുത്തിടെ പുറത്തു വന്ന പല പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം അമിതമാകുന്നു എന്നും അത് അവരുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുമാണ്. പ്രധാനമായും സൈബർ ബുള്ളിയിങ്, സ്ക്രീൻ അഡിക്ഷൻ, ഫേക്ക് ന്യൂസുകൾ, അങ്ങനെ പലതുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരാളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ നടത്തുന്ന ശ്രമമാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സ്മാർട്ട് ഫോണുകൾ, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴിയാണ് ഇത് പ്രധാനമായും നടക്കുന്നത്. മറ്റൊന്ന് ഡിജിറ്റൽ അഡിക്ഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ. മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാകുന്നത് പോലെ തന്നെ ഫോണിന് അടിമപ്പെടുന്ന അവസ്ഥയാണിത്. ഫോൺ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിമുകൾ, മറ്റു പ്ലാറ്റ്ഫോമുകൾ എന്നിവയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന തോന്നലാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇത് കുട്ടികളിൽ മാത്രമല്ല, മുതിർന്ന ആളുകളിലും ഇത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഒരാൾ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് നീങ്ങുകയാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. നിശ്ചയിച്ച സമയത്തേക്കാൾ കൂടുതൽ നേരം ഫോണിൽ ചിലവഴിക്കുക, ഫോൺ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ അമിതമായി ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുക, സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ സംസാരിക്കുന്നതിനേക്കാൾ താല്പര്യം ഫോണിൽ ചിലവഴിക്കാൻ താല്പര്യം കാണിക്കുക എന്നുള്ളതൊക്കെയാണ്. നാം സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്ക് കാണുമ്പോഴോ ഗെയിമിൽ വിജയിക്കുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് നൽകുന്ന താൽക്കാലിക സന്തോഷം തേടി കുട്ടികൾ വീണ്ടും വീണ്ടും ഫോണിലേക്ക് മടങ്ങുന്നു. ക്രമേണ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലാതാക്കുകയും ചെയ്യുന്നു. കൂടാതെ തിരിച്ചറിവ് കുറഞ്ഞ പ്രായത്തിൽ ഇൻ്റർനെറ്റിലെ തെറ്റായ സന്ദേശങ്ങളും വീഡിയോകളും കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന പ്രായമാണ് കുട്ടികളുടേത്. അവിടെയാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്ന കെണി ഒളിഞ്ഞിരിക്കുന്നത്. ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാ രീതികളും അപകടകരമായിട്ടുള്ള ഓൺലൈൻ ചലഞ്ചുകളും കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. മറ്റൊന്ന് ജാതി, മതം എന്നിവയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ നൽകി കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം കലർത്താനും ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളിലെ ഉറക്കമില്ലായ്മ, വിഷാദം, പഠനത്തിലുള്ള ശ്രദ്ധാക്കുറവ് എന്നിവ സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം വർദ്ധിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. ലോകാരോഗ്യ സംഘടന ഗെയിമിംഗ് ഡിസോർഡറിനെ ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അമിതമായി ഡിജിറ്റൽ ഉപയോഗം വെറും ഒരു ശീലമല്ല, മറിച്ച് ഗൗരവമായി ചികിത്സിക്കേണ്ട ഒന്നാണ് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. നിരോധനത്തിനു പകരം പ്രായത്തിനനുസരിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആലോചന. പാർലമെന്റിൽ വർഷകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചേക്കുമെന്ന് IT മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. പ്രായപരിധി 3 തിരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരിക. 8 മുതൽ 12 വയസ്സ് വരെ, 12 മുതൽ 16 വയസ്സ് വരെ, 16 മുതൽ 18 വയസ്സ് വരെ എന്നിവയാണ് ഈ 3 പ്രായപരിധികൾ എന്ന് പറയുന്നത്. നിരോധനം പോലെ കഠിനമായ നടപടിയിലേക്ക് കടക്കാതെ വൈകുന്നേരങ്ങളിലും രാത്രികളിലും ലോഗിൻ ചെയ്യുന്നതിന് നിയന്ത്രണമോ അല്ലെങ്കിൽ ഒരു ദിവസം നിശ്ചിത സമയം മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതിയോ ആണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാകുന്ന കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വലുതാണെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഇത്തരം നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാജ്യം മുഴുവൻ ബാധകമാകുന്ന ഒരു ഏകീകൃത നിയമം കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിക്കുന്നത്. പൂർണ്ണമായ നിരോധനമല്ല, മറിച്ച് സുരക്ഷിതമായ മേൽനോട്ടമാണ് ഇവിടെ പരിഹാരം. നിയമങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ കാര്യത്തിലും നമുക്ക് കരുതലാകാം. നിയന്ത്രണങ്ങൾ വെറും വിലക്കുകളല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ള ഒരു കവചം കൂടെയാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.